പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവത്തിൻ്റെയും പൂർത്തീകരണത്തിനായി കടന്നു വന്ന കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച മാത്രം അങ്ങേക്ക് നന്ദി പറയും. ഇന്നേ ദിനം അങ്ങ് നൽകുന്ന എല്ലാ കൃപകളും സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുമെന്നും നമ്മുടെ കുടുംബത്തിൽ അവിടുത്തെ ഐശ്വര്യവും സമൃദ്ധിയും സമാധാനം ഉണ്ടാകുന്നു. യാതൊരുവിധ വ്യാധികളും മഹാമാരികളും നമ്മെ തൊടുകയില്ലെന്നും അവിടുത്തെ കൃപയും അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും വിളകളിൽ നമുക്ക് നല്ല ഫലം ലഭിക്കുമെന്നും നമ്മുടെ സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിയമം ഇല്ലാതാക്കാനല്ല, അത് പൂർത്തിയാക്കുവാനായിട്ടാണ് കടന്നു വന്നത്. കൽപ്പനകൾ പാലിക്കാതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് കുടുംബങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അവിടുന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ കൽപ്പനകൾ നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അനുദപിക്കുവാനുള്ള അവസരമാണ് നോൻപുകാലത്തെ ഈ ദിവസങ്ങൾ. നല്ലൊരു കുമ്പസാരം വഴിയായിട്ട് ജീവിത വിശുദ്ധി നേടിയെടുക്കുകയും തകർന്നുപോയ മേഖലകളെ പുനരുദ്ധരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ നയിക്കുവാനുള്ള ഒരു വിളിയാണ് നമുക്കിപ്പോൾ. ഈ വിളി അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുവാൻ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കൽപ്പനകൾ ലംഘിച്ചു പോയതിനെക്കുറിച്ചുള്ള കുറ്റബോധമല്ല, പാപബോധത്തോടുകൂടി ചെയ്ത് തെറ്റാണെന്ന് ഏറ്റുപറയുവാനും ആ തെറ്റ് തിരുത്തുവാനും ദൈവം നൽകുന്ന ഒരു അവസരമാണ്. ബോധ്യത്തിൽ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് പുതിയൊരു ജീവിതം നയിക്കുക. പൗലോസ് പറയുന്നത് പോലെ പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഏറ്റവും പരമപ്രധാന കാര്യം ഒരു പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ്. കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ മുള്ളെടുത്ത് അങ്ങ് മാറ്റണമേ എന്ന്. പൗലോസ് മുള്ളെന്ന് പറയുന്നത് മുൻകോപമാണ്. ഭയങ്കര മുൻകോപിയായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ഒരിക്കൽ കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ മുള്ളവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിൻ്റെ ബലഹീനതയിലാണ് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുന്നത്, നിനക്ക് എൻ്റെ കൃപ മതി. ഈ കൃപ നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുവാൻ, നമ്മുടെ ബലഹീനതകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ദൈവകൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ജീവിക്കുവാൻ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് തന്നെ കാണും എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.